ഹലോ ഫ്രണ്ട്സ്, ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ, നാട്ടിൽ, ജോലിസ്ഥലത്ത് നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ കൂടെയുള്ള ആളുകൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലർ നമ്മളോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറും, നമ്മളോട് ദേഷ്യപ്പെടുന്നവരുണ്ട്, നമ്മളെ ശകാരിക്കുന്നവരുണ്ട്, ഇനി കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ. ഇതൊന്നും അല്ലാതെ ഒരു സൈലൻറ്റ് കില്ലറെ പോലെ നമ്മളെ ഇഞ്ചിഞ്ചായി വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവഗണന. ഇത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ചില ഡയലോഗുകൾ കേൾക്കാറുണ്ട്. അയാൾ എന്നെ കണ്ട ഭാവം പോലും കാണിച്ചില്ല, എന്നെ രണ്ട് ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാകില്ലായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, കരുതൽ, അംഗീകാരം ഇതെല്ലാം നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള അടയാളങ്ങൾ, ജസ്റ്റേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോൾ അതിനെ പോസിറ്റീവ് സ്ട്രോക്ക് എന്നാണ് പറയുക. അപ്പോൾ മനുഷ്യർക്കുള്ള വലിയൊരു പ്രത്യേകത എന്താണെന്നോ, ഈ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവെങ്കിലും കിട്ടണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയും വിഷമവും ആകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നേരത്തെ പറഞ്ഞ ഡയലോഗ്. അതുകൊണ്ടാണ് അവഗണന നമ്മളെ ഇത്രയധികം അസ്വസ്ഥരാക്കുന്നത്. പക്ഷേ എന്താണ് ഇതിനൊരു പരിഹാരം? എങ്ങനെ നമുക്ക് ഈ അവഗണന കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ മാറ്റിയെടുക്കാം? ഒരിക്കൽ ഒരു പെൺകുട്ടി എന്നോട് അവളുടെ ദുഃഖം പങ്കുവച്ചു. അവഗണന തന്നെയാണ് കേട്ടോ പ്രശ്നം, ഭർത്താവിൻ്റെ അവഗണന. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ പെൺകുട്ടിയോടുള്ള അവഗണനയാണെന്ന്. അല്ല, ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടുള്ള അവഗണന. അങ്ങനെ ഒരു കൂട്ടരുണ്ടെന്നുള്ളൊരു ഭാവം പോലും ഇങ്ങൊരു കാണിക്കില്ല. കരഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി സംസാരിച്ചിട്ട്. അത്രത്തോളം തീവ്രമായിട്ടുള്ള ദുഃഖം അവൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ദുഃഖങ്ങളെല്ലാം പങ്കുവെച്ച് അവസാനം ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, അല്ല ഇതിന് എന്താണൊരു പരിഹാരം? അയാളെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടുകാരോടൊക്കെ സ്നേഹവും കരുതലും പരിഗണനയും ഒക്കെ കാണിക്കാൻ നമ്മൾ പറയണോ? അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഇല്ല മാഡം, അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഞാൻ അതിനൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷേ അങ്ങോട്ട് അതിന് വഴിപ്പെടുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താ? ഈ കാര്യങ്ങളെല്ലാം, സ്നേഹം, കരുതൽ, അംഗീകാരമൊക്കെ ഒരാളുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. അത് പലപ്പോഴും പിടിച്ചു പറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇനി പിടിച്ചു പറ്റിയാൽ തന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? ശരിക്കും ആലോചിച്ചാൽ അതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഇവിടെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഇങ്ങനെയുള്ള അവഗണനയോട് നമുക്കുള്ള റെസ്പോൺസിൽ മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ ഉചിതമായ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ വലിയൊരു പരിധിവരെ നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് പറ്റും. അങ്ങനെയുള്ള 6 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവഗണിക്കപ്പെടാറുണ്ട്. വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ചിലരൊക്കെ പരാതികൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെ ബഹുമാനിച്ചില്ല, ചിലർ പറയും എന്നെ സല്യൂട്ട് ചെയ്തില്ല. ഇതൊക്കെ അവഗണനകളുടെ പല പല രൂപങ്ങളാണ്. നമുക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല ഇത്. എത്ര വലിയ ആളായാലും അവർക്കും പലതരത്തിലുള്ള അവഗണനകൾ സംഭവിക്കാറുണ്ട്. അത് നമുക്ക് വളരെ ആശ്വാസകരമായ ചിന്തയല്ലേ? നമുക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല ഇത്. ഇനി രണ്ടാമത്തെ കാര്യം, അവഗണനകൾ ചിലപ്പോഴെങ്കിലും ഊഹാപോഹങ്ങളാകാം. അയാൾ എന്നെ കണ്ടിട്ടും കണ്ട ഭാവം നടിച്ചില്ല. അയാൾ കണ്ടു എന്നുള്ളത് നമ്മുടെ വെറും ഊഹം മാത്രമാണ്. അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നെഗറ്റീവായിട്ടുള്ള കൺക്ലൂഷൻ ഉണ്ടാക്കാനാണ് പലപ്പോഴും നമുക്ക് താല്പര്യം. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ടീച്ചർ ഒരിക്കൽ അവരുടെ വിഷമം എന്നോട് പങ്കുവച്ചു. ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഒരു ഫംഗ്ഷന് ചെന്നപ്പോൾ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ട ഭാവം പോലും കാണിച്ചില്ല. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടാ. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടീച്ചർ. എവിടെ വെച്ച് കണ്ടാലും ഞാൻ സംസാരിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അന്നത്തെ എൻ്റെ തിരക്കിനിടയിൽ എനിക്കതിന് സമയം കിട്ടിയില്ല. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഊഹിച്ച് കുറേ വിഷമം അനുഭവിച്ചു. അപ്പം ഞാൻ ഏതായാലും അതൊക്കെ ക്ലാരിഫൈ ചെയ്തു. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്കൊരു ക്ലാരിഫിക്കേഷനൊക്കെ നടത്താം. ഒരാൾ നമ്മളെ കണ്ടിട്ടും കണ്ട ഭാവം നടിക്കുന്നില്ല, നമുക്ക് വിഷമമുണ്ടാകുന്നു. നമുക്ക് തീർച്ചയായിട്ടും അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കാം, എന്നെ കണ്ടില്ലേ, ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു, തിരക്കുകൊണ്ട് കണ്ടില്ലായിരിക്കും അല്ലേ? ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ തയ്യാറായാൽ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള വിഷമങ്ങൾ നമുക്ക് ഇല്ലാതാകും എന്നുള്ളതാണ്. സുഹൃത്തിൻ്റെ വീട്ടിലൊരു കല്യാണം, എനിക്ക് ക്ഷണം കിട്ടിയില്ല. ഞാൻ ഉടനെ വിചാരിക്കുന്നത് എന്താ, ഇപ്പം എന്നെയൊന്നും വേണ്ട, എന്നെയൊക്കെ ഉപേക്ഷിച്ചു, അതൊരു അവഗണനയായിട്ട് ഞാൻ കണക്കാക്കും. സത്യത്തിൽ കല്യാണത്തിരക്കിനിടയിൽ മറന്നുപോയതായിരിക്കാം. ഇങ്ങനെ ഊഹാപോഹങ്ങൾ നമുക്ക് മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കാറുണ്ട്.
അപ്പോൾ ഇതിൽ വല്ല കാര്യമുണ്ടോ? ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു റെസ്പോൺസിൻ്റെ ആവശ്യമുണ്ടോ? മൂന്നാമത്തെ കാര്യം, ഇനി നമ്മളെ മനഃപൂർവ്വം അവഗണിച്ചു എന്ന് തന്നെ കരുതുക. കല്യാണത്തിന് നമ്മളെ ക്ഷണിച്ചില്ല. അപ്പോൾ ഇയാൾ കുറേ സുഹൃത്തുക്കളോട് പറഞ്ഞു, ആ കക്ഷിയെ ഞാൻ ഒഴിവാക്കി. നമുക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. നമ്മളെ അദ്ദേഹം തീർച്ചയായിട്ടും അവഗണിച്ചു, ഉറപ്പാണ്. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാ, നമ്മുടെ വീട്ടിൽ കല്യാണം വരുമ്പോൾ നമ്മൾ വിളിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കുഴപ്പം എന്താണെന്നാ, പരിഗണന കിട്ടാത്തതാണ് നമുക്ക് വിഷമമുണ്ടാക്കിയത്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ അവഗണന ഇനി കൂടി വരാനാണ് ചാൻസ്. എന്നാൽ നമുക്ക് കിട്ടിയ ഒരു അവസരത്തിൽ അവരെ പരിഗണിക്കാൻ തയ്യാറായിട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന കാലങ്ങളിൽ നമ്മളോടുള്ള അവഗണന കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ വളരെ രസകരമാണല്ലേ. നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റിന് ലൈക്കും കമൻറ്റും ഇടാത്തവർ നമ്മളെ അവഗണിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരിടുന്ന പോസ്റ്റിനും ലൈക്കും കമൻറ്റും ഇടില്ല. അപ്പോൾ അതോടുകൂടി ഈ അവഗണനയുടെ ഇൻറ്റൻസിറ്റി കൂടി വരും. അപ്പോൾ അങ്ങനെ ചില പ്രതികാര നടപടികൾക്ക് മുതിരാതിരിക്കുക. നമ്മൾ അവരെ പരിഗണിക്കേണ്ട സമയത്തെല്ലാം പരിഗണിക്കുക. ഇനി നാലാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ അവഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നോ, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ചില ആളുകളെ ആരും കൂട്ടത്തിൽ കൂട്ടില്ല. അവരുടെ ചില പ്രത്യേക രീതികൾ കൊണ്ടാണ്. അവർക്ക് എല്ലാത്തിനും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പം കുറച്ച് പേര് ചേർന്ന് ഇങ്ങനെ കാപ്പി കുടിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ഭക്ഷണം കോമൺ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പോയാൽ ഇവർക്ക് വേറൊരു ഭക്ഷണം, അവിടെ കിട്ടാത്ത ഭക്ഷണം തന്നെ അവർക്ക് വേണം. സിനിമയ്ക്ക് പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയ്ക്ക് പോകാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ന്യൂയിസൻസ് വാല്യൂ, അങ്ങനെ ശല്യക്കാരായ ആളുകൾ, അവരെ നമ്മൾ ഒഴിവാക്കില്ലേ. അതുപോലെ ചിലരുണ്ട്, നമ്മൾ കൂട്ടം ചേർന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പോയി എല്ലാവരും മാറി മാറി പേ ചെയ്യും. ഇവർ എന്ത് ചെയ്താൽ അതിൻ്റെ ബില്ല് കൊടുക്കാൻ കൂട്ടാക്കില്ല. പിന്നെ ആളുകൾ എന്ത് ചെയ്യും? അവരെ ഒഴിവാക്കലാണ്. പിന്നെ നമ്മളെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെങ്കിലും ആളുകൾ നമ്മൾ ഒഴിവാക്കും. നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടേതായിട്ടുള്ള ചില രീതികൾ ഇതിന് കാരണമാകുന്നുണ്ടോ? അത് മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ അവഗണനയെപ്പറ്റി പരാതിപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മൾ മാറ്റേണ്ടത് മാറ്റണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്നോ, നമ്മളിങ്ങനെ അവഗണിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഒറ്റപ്പെടൽ, ലോൺലിനെസ് എന്ന് പറയും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ആണ്. എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ലോൺലിനെസ്സിനെ പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും. ലോൺലിനെസ് എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടലാണ്. ഏകാന്തത എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അത് വളരെ പോസിറ്റീവാണ്. അതിനെ സോളിറ്റ്യൂഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ലോൺലിനെസ്സിനെ സോളിറ്റ്യൂഡ് ആക്കാൻ എന്ത് ചെയ്യണമെന്നാ, നമ്മൾ നമ്മുടെ ഇന്നർ വേൾഡിലേക്ക് കടക്കണം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഔട്ടർ വേൾഡും ഇന്നർ വേൾഡും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് ഔട്ടർ വേൾഡിലാണ്. അതുകൊണ്ടാണ് ഇത്തരം അവഗണനകൾ നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്നർ വേൾഡിലേക്ക് കടന്നാൽ അവിടെ വളരെ മനോഹരമായൊരു ലോകമുണ്ടല്ലേ, നമ്മുടേതായിട്ടുള്ളൊരു ലോകം, നമ്മുടെ മനസ്സ്, നമ്മുടെ കഴിവുകൾ. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമുക്ക് മറ്റുള്ളവരുടെ പരിഗണനകൾ കിട്ടുന്നില്ല, നമുക്ക് ദുഃഖം വരുന്നു, അത് അവഗണനയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. നമ്മളെ തന്നെ അവഗണിക്കുമ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത്. അപ്പോൾ നമ്മളെ പരിഗണിക്കാൻ ശ്രമിക്കുക, നമ്മളിലേക്ക് നോക്കുക, നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക. ലോൺലിനെസ് അത് ഡെവലപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് ഉപകരിക്കും. വലിയ വലിയ എഴുത്തുകാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവർ എഴുതാൻ വേണ്ടി ഏകാന്തത അന്വേഷിച്ചു പോകും. ആ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ടാണ് മികച്ച സൃഷ്ടികൾ രൂപപ്പെടുന്നത്. നിങ്ങൾ കോവിഡ് വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യകാലങ്ങളിൽ എല്ലാവരും ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു സ്ഥിതിയുണ്ടായി. ആ സമയത്ത് പലരുടെയും കഴിവുകൾ പുറത്തു വന്നു എന്നുള്ളതാണ്. അതാണ് സംഭവം. ലോൺലിനെസ്സിനെ സോളിറ്റ്യൂഡാക്കി മാറ്റുക, ഒറ്റപ്പെടലിനെ ഏകാന്തതയാക്കി മാറ്റുക. ഇനി ആറാമത്തെ കാര്യം, നമുക്ക് ഏറ്റവും മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. വേണ്ടപ്പെട്ടവരിൽ നിന്നും, വളരെ അടുത്ത ആളുകളിൽ നിന്നും ഉണ്ടാകുന്ന അവഗണന. പ്രത്യേകിച്ച് മക്കളിൽ നിന്നുള്ള അവഗണന നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെയും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. മാതാപിതാക്കൾ പറയുന്ന ഒരു പരാതി, മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, അവരെ എന്തുമാത്രം സ്നേഹിച്ചു, എന്നിട്ട് അവർ നമ്മളെ ഇങ്ങനെ അവഗണിച്ചല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നോ, ഇപ്പോൾ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുമ്പോൾ അവിടെ നാച്ചുറലായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ഒരു പ്രേരണയുണ്ട് അവരെ സ്നേഹിക്കാൻ. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുക, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മാതാപിതാക്കൾക്ക് അത്ര വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമൊന്നുമല്ല. അത് വളരെ എൻജോയബിളാണ് താനും. കാരണം അങ്ങനെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഒരു
ടെൻഡൻസി അവിടെയുണ്ട്. പക്ഷെ തിരിച്ചുള്ള കാര്യം നാച്ചുറൽ അല്ല. അത് ബോധപൂർവം അവർക്ക് തോന്നി അവരുണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് പിടിച്ചു പറ്റുന്നത് അത്ര രസമുള്ള കാര്യമൊന്നുമല്ല. അത് അവർക്കുള്ളിൽ തീർച്ചയായിട്ടും തോന്നേണ്ട ഒന്നാണ്. ഈ ബഹുമാന സ്നേഹമൊക്കെ പിടിച്ചു പറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക, ഒന്ന്. പിന്നെ രണ്ട്, നമ്മളെപ്പോഴും നമ്മൾ സ്നേഹവും പരിഗണനയും കൊടുക്കുന്നവരിൽ നിന്ന് തന്നെ അത് തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കരുത്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേരുണ്ട് നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ പരിഗണിക്കാൻ, നമ്മളെ ബഹുമാനിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെ നമ്മൾ അവഗണിച്ച് കളയും. അപ്പോൾ ഇതൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്തതിൻ്റെ പിന്നാലെ പോയി സമയം കളയാതിരിക്കുക. നമുക്ക് എവിടെയാണോ ഇതിന് സാധ്യതയുള്ളത് അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ചില വോളണ്ടറി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന സഹകരണം, സ്നേഹമൊക്കെ വളരെ വലുതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഓർക്കണം കേട്ടോ. ചിലർ അനുഭവിക്കുന്ന വലിയ പ്രശ്നമുണ്ട്. മക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ, മക്കളെ കൊണ്ടുള്ള ദുരന്തങ്ങൾ, ഇതൊന്നുമില്ലല്ലോ ഇവിടെ. അവഗണന മാത്രമാണല്ലോ പ്രശ്നം. അപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരു പരിധി വരെ ഇല്ലാതാകും. നമ്മൾ 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ അവഗണനകൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ മാത്രം അനുഭവിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ചിലപ്പോഴെങ്കിലും ഈ അവഗണനകൾ വെറും ഊഹാപോഹങ്ങളാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി ഉറപ്പായിട്ട് അവഗണിക്കപ്പെട്ടാൽ പ്രതികാരം ചെയ്ത് അവഗണനകളുടെ ഇൻറ്റൻസിറ്റി കൂട്ടരുത്. നാലാമത്തെ കാര്യം, ചില അവഗണനകൾ ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ തന്നെ മാറാൻ തയ്യാറാവുക. അഞ്ചാമത്തെ കാര്യം, ഒറ്റപ്പെടലിനെ ഏകാന്തതയാക്കി മാറ്റുക. ആറാമത്തെ കാര്യം, വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നും അവഗണനകൾ ഉണ്ടാകുമ്പോൾ അതിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ് ട്രെയിനിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. ധാരാളം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് നവംബർ 29 ആരംഭിക്കുകയാണ്. വീക്ക് ഡേയിലുള്ള ബാച്ച്. വീക്കെൻഡ് ബാച്ച് തുടങ്ങുന്നത് ഡിസംബർ 3 വെള്ളിയാഴ്ചയാണ്. ഒരു കാര്യമുള്ളത്, എല്ലാവർക്കും അവസരങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ അവൈലബിൾ സ്ലോട്ട് അനുസരിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ആദ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാച്ചസ് റെഡിയാക്കിയത്. എല്ലാവർക്കും അവസരങ്ങളുണ്ടാവും. നിങ്ങളുടെ ആവശ്യങ്ങൾ തീരുന്നത് വരെ നമ്മൾ ബാച്ചസ് നടത്തും. അപ്പോൾ അതിന് കുറച്ച് ക്ഷമാപൂർവ്വം കാത്തിരിക്കണം. സ്ലോട്ട്സ് വരുന്ന അനുസരിച്ച് നിങ്ങളെ അറിയിക്കും. പതിവ് പോലെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.